നമസ്കാരം, ചലഞ്ചലാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അതായത് നമുക്ക് RRB ഗ്രൂപ്പ് ഡി വരാനിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഏകദേശം നമ്മൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അനുസരിച്ച് ഒരു 100 ഡേയ്സ് നമുക്ക് ഉള്ളിൽ വരും. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനിയും പഠിച്ച് തുടങ്ങാത്തവരുണ്ട്, അല്ലെങ്കിൽ പഠനം നന്നായിട്ട് മുന്നോട്ട് പോകുന്നില്ല, എവിടെയെങ്കിലും ഒക്കെ വെച്ച് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഫുള്ള് ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ അത് അനുസരിച്ച് അത് ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് എങ്ങനെ ഒരു 100 ഡേയ്സ് കൊണ്ട് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക്, ആപ്പിന്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആപ്പ് കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ, ടൈം ടേബിളും കാര്യങ്ങളും വന്ന്. അപ്പൊ നമ്മളൊരു 100 ഡേയ്സ് ഓഫ് സ്റ്റഡി പ്ലാൻ എടുക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ RRB ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് നടക്കുന്നുണ്ട്. അത് ആദ്യം മാർച്ച് 28 വരുമെന്നാണ് പറഞ്ഞിരുന്നത് അതിന്റെ വിധി. അത് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മെയ് 28 ആക്കി. ഇപ്പൊ അവർ പറഞ്ഞേക്കുന്നത് ജൂലൈ 26 ആണ് കേട്ടോ. ജൂലൈ 26 വിധി വരിക. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും എക്സാം നടത്തുക. ജൂലൈ 26 കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും എക്സാം നടത്താം. ചിലപ്പോ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തൊട്ട് എക്സാം തുടങ്ങും. സോ അതുകൊണ്ട് അപ്പൊ ഇന്ന് തൊട്ട് ജൂലൈ വരെ, ഇപ്പൊ നമുക്ക് ഏപ്രിൽ 17 കഴിഞ്ഞിട്ടുണ്ട്. ഏപ്രില് ബാക്കി കുറച്ച് ദിവസമുണ്ട്. പിന്നെ മെയ്, ജൂൺ, ജൂലൈ ഇത്രയും വരും. ഒരു 100 ഡേയ്സ് അപ്രോക്സിമേറ്റ് കിട്ടും. നമുക്ക് എന്നാണ് നമ്മുടെ എക്സാം വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. എങ്കിൽ കൂടിയും നമ്മൾ ജൂലൈ കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത മാസം, അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റ് വീക്ക് 26 കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും നമുക്ക് എക്സാം വരുന്നത്. അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്. അപ്പൊ നമുക്ക് ഒരുവിധം ഒരു 100 ഡേയ്സിനുള്ളിൽ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെയും നന്നായിട്ട് പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ കഴിഞ്ഞ മുന്നേ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുന്നവരും അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ എന്താണ് ചെയ്യേണ്ടത്, ഒരു സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഇതിന്റെ സിലബസ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ചോദിക്കുക, എങ്ങനെയൊക്കെയാണ് അതിന്റെ മാർക്ക്, ഏതിനൊക്കെ എത്ര മാർക്കാണ്, അതിനൊക്കെ വെയിറ്റേജ് കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ഇത് പഠിക്കാനായിട്ട് ഇറങ്ങാൻ. അപ്പം സിലബസ് ഒന്നും കൃത്യമായി അറിയാതെ കുറെ എവിടെന്നെങ്കിലും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് വീഡിയോ കണ്ടു പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത് സിലബസ് എന്താണ് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന് ചോദിക്കുന്നതെന്ന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. എത്രയാണ് അതിന്റെ വെയിറ്റേജ് എന്നും കൃത്യമായിട്ട് ധാരണയുണ്ട്. അപ്പൊ അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമുക്ക് 3 സെലക്ഷൻ പ്രോസസ് ആണ്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെന്ന് അറിയാം. പിന്നെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റും ആയിട്ടാണ് വരുന്നത്. നമുക്ക് 4 സെക്ഷൻസ് ആയിട്ടാണ് എക്സാം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 100 ചോദ്യങ്ങളും 100 മാർക്കിനുമാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ വെയിറ്റേജ് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോന്നിന്റെയും മാർക്ക് വെയിറ്റേജുകൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. റീസണിങ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, ജനറൽ സയൻസ് ഉണ്ടാവും, പിന്നെ എന്താ ഉണ്ടാവും, ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും ഉണ്ടാവും. ഇത്രയും 4 എണ്ണമാണ് നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ അത് എത്ര ക്വസ്റ്റ്യൻ വീതം എത്ര മാർക്കാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് വരുന്നത് ഒരു 90 മിനിറ്റ്, 1.5 മണിക്കൂർ വരുന്ന ഒരു എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് വരുന്നത്. അപ്പൊ എന്താണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് റീസണിങ്ങിന് തന്നെയാണ്. റീസണിങ്ങിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്, 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ച് നെഗറ്റീവ് ഉണ്ട്, 1/3 ആണ്. അതുപോലെ തന്നെ ജനറൽ സയൻസ് വരുന്നുണ്ട്. 25 ക്വസ്റ്റ്യൻ 25 മാർക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സും ജനറൽ അവയർനെസ്സും കൂടി ചേർത്തിട്ട് 20 മാർക്ക്. അത് കഴിഞ്ഞിട്ട് എന്താണ് മാത്സ് ഉണ്ട് കേട്ടോ. മാത്സ് 25 ക്വസ്റ്റ്യൻ 25 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് റീസണിങ്ങിന് തന്നെയാണ്. അപ്പം ഒരു PYQ എടുത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മുന്നേ ചോദിച്ചിട്ടുള്ളതെന്ന് ഒന്ന് അറിയാൻ പറ്റും. അപ്പൊ ഞാനിവിടെ PYQ ക്വസ്റ്റ്യൻ, റീസണിങ്ങും പിന്നെ ബാക്കിയുള്ളവർ മാത്സ് അങ്ങനെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതിന് ഒരു പരിമിതിയുണ്ട്. ബാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ പഠിക്കേണ്ടി വരും. അപ്പൊ എങ്ങനെയാണെന്നുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ കംപ്ലീറ്റ് പഠിപ്പിക്കുക എന്നുള്ളത് യൂട്യൂബിലൂടെ നമുക്ക് സാധ്യമല്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ PYQ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അത് കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ബേസിക് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആദ്യമായി ഞാൻ പറഞ്ഞു വന്നത് സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന്. ഓക്കെ, ഇപ്പൊ അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ.
അടുത്ത് നമുക്ക് നോക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഈ 4 വിഷയങ്ങളും വെച്ചിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. അപ്പം ഓരോരുത്തരും റീസണിങ്ങിൽ ചിലപ്പോൾ റീസണിങ് നന്നായിട്ട് അറിയായിരിക്കും, അല്ലെങ്കിൽ മാത്സ് ആയിരിക്കും നന്നായിട്ട് അറിയാം. ചിലപ്പോൾ ഇത് രണ്ടും അല്ല, നിങ്ങൾക്ക് സയൻസും കറണ്ട് അഫയേഴ്സും ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അറിയുന്നത്, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. ഞാനിപ്പോ ടൈം ടേബിൾ പറയുവാണ്, ഇപ്പൊ ഇന്ന ദിവസം ഇത്രയും പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീസണിങ് നന്നായിട്ട് അറിയാമെങ്കിൽ ഞാൻ ആ ദിവസം റീസണിങ് ആണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് അറിയാം, പിന്നെ വീണ്ടും അതിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ആ സമയം വേറെ എന്തെങ്കിലും, അപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത് ആദ്യം നോക്കുക. റീസണിങ് ആണ് എളുപ്പമെങ്കിൽ റീസണിങ് കുറച്ച് കൊടുത്താൽ മതി, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. മാത്സും അതുപോലെ, ചിലർക്ക് മാത്സ് ആയിരിക്കും എളുപ്പം, റീസണിങ് ആയിരിക്കും പാട്. അപ്പൊ അങ്ങനെയുള്ളവർ നിങ്ങളുടെ എന്താണ് നിങ്ങളെ വീക്കും സ്ട്രോങ്ങും ആയിട്ടുള്ള ഏരിയ എന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീക്ക് സ്ട്രോങ് ഏരിയാസ് മനസ്സിലാക്കിയതിനു ശേഷം എന്താണ്, നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിള് ഉണ്ടാക്കുക. അതായത് ഇത്ര മണിക്കൂർ, ഒരു ദിവസം ഇത്ര മണിക്കൂർ. നിങ്ങൾ വേറെ ജോലിക്ക് പോകുന്നവരാണോ അല്ലെങ്കിൽ ക്ലാസ്സിന് പോകുന്നവരാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതിൽ എത്ര ഇപ്പൊ 5 to 6 അവർ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എന്ത് ചെയ്യുക, കുറച്ച് പഠിച്ചിട്ട് വീക്ക് ആയിട്ടുള്ള ഏരിയക്ക് വേണ്ടിയിട്ട് കുറച്ചധികം എന്ത് ചെയ്യുക, സമയം കണ്ടെത്തുക. അപ്പൊ വീക്ക് ആയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, ടൈം ടേബിൾ അങ്ങനെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സിലബസിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. ഈ മാത്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ ഒന്ന് പറയുന്നതാണ്. അപ്പൊ എന്താണ്, ഇതിൽ ഒത്തിരി ചോദിക്കുന്നുണ്ട്. നമ്പർ സിസ്റ്റം വരുന്നുണ്ട്, ബോർഡ് മാസ്, ഡെസിമൽസ്, അതായത് ഈ സിംപ്ലിഫിക്കേഷൻ പോലത്തെ അതൊക്കെ വരുന്നുണ്ട്. പെർസെന്റേജസ് വരുന്നുണ്ട്, മെൻസ്ട്രേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ഈ LCM, HCF, റേഷ്യോ, പ്രൊപ്പോർഷൻ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വരുന്നുണ്ട്. ആൽജിബ്ര വരുന്നുണ്ട്, ജിയോമെട്രി വരുന്നുണ്ട്. പിന്നെന്താണ്, കലണ്ടർ, ക്ലോക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റംസ്, പിന്നെ ഏജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ എല്ലാം വരുന്നുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ആയിക്കില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചു വരുന്നത്. അപ്പൊ ഇത്രയുമാണ് അത് എന്താണ് മാത്സിൽ ചോദിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, ജനറൽ സയൻസും റീസണിങ്ങും ആണ്. അതിൽ എന്താണ്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ ബ്ലഡ് റിലേഷൻ ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, ഈ ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം അല്ലെങ്കിൽ സിലോജിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്പർ സീരീസ് ഉണ്ടാവും. ഇന്നലെ ഞാൻ പറഞ്ഞു നമ്പർ സീരീസ്, ഡീകോഡിംഗ് ഉണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെന്താണ്, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, ഡയറക്ഷൻ, റീസണിങ്, അനലിറ്റിക്കൽ റീസണിങ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പേരിട്ട് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓരോന്നിനും ഓരോ പേര് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെന്താണ്, ഈ കൺക്ലൂഷൻ, ഡിസിഷൻ മേക്കിംഗ്, DI ആൻഡ് DS, അതായത് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, ഡേറ്റ സഫിഷ്യൻസി വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ്, ഇത് മൂന്നുമാണ് നമുക്ക് ഇച്ചിരി പാടായിട്ട് വരുന്നത്. പാടെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഒരു കൺക്ലൂഷൻ തരും, അത് വെച്ചിട്ട് നമ്മൾ അത് ഡിസിഷൻ മേക്ക് ചെയ്യണം. അത് നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പോലെ ഇരിക്കും. അത് കുറച്ച് പാടാണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റും ആർഗ്യുമെന്റ്സും വരുന്നുണ്ട്. നമ്മൾ അസംഷനും വരുന്നു, അത് വെച്ച് എഴുതണം. അത് കുറച്ച് വായിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് ഈ 3. പിന്നെ DIയും വരുന്നുണ്ട്. ഇത് 3ആണ് ഇച്ചിരി പാടുള്ളത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇന്നലെ റീസണിങ് പഠിച്ച് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പേര് പോലെ അത്ര പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരുന്നത്. അപ്പൊ അതങ്ങനെ. അടുത്ത് നമുക്ക് ജനറൽ സയൻസ് ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ റീസണിങ്ങും മാത്സും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്കൊരു 80+ മാർക്കാണ് ഇതിന് മേടിക്കേണ്ടത്. 80+ മാർക്ക് വെച്ചാൽ നമുക്ക് ജോലി കിട്ടുള്ളൂ, നമ്മൾ സെക്യൂർ ആവും. 80+ കിട്ടി, നമ്മൾ കാൽക്കുലേറ്റ് എക്സാം കഴിയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 80+ ഉണ്ടെങ്കിൽ നമ്മൾ ജോബ് കിട്ടും എന്നുള്ളൊരു സെക്യൂർ ആവും. അപ്പൊ എന്ത് 80+ വാങ്ങാനായിട്ട് ആദ്യം നമ്മൾ റീസണിങ്ങും മാത്സും ആണ് നന്നായിട്ട് നോക്കേണ്ടത്. അപ്പൊ കാരണം അതാണ്, അത് കൃത്യമായി ടോപ്പിക്കുകൾ തന്നിട്ടുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ജനറൽ അവയർനെസ് ഇനിയുള്ള സമയം 100 ദിവസത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ ഇത്രയും വരുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിനു വേണ്ടി മാത്രം, അതായത് ഈ ജനറൽ സയൻസിനും കറണ്ട് അഫയേഴ്സിനും വേണ്ടി മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾ റീസണിങ് മാത്സിന് വേണ്ടി ഇരിക്കുവാണെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് കിട്ടും. അതെന്താണ്, ഒരു 30 മാർക്ക് റീസണിങ് ഉണ്ട്, ഒരു 25 മാർക്ക് എന്തുണ്ട്, മാത്സ് വരുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമുക്കൊരു 55 മാർക്ക്, 55 കിട്ടിയില്ലെങ്കിൽ ഒരു 50 മാർക്ക് എന്ത് ചെയ്യും, അത് രണ്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ജനറൽ സയൻസിൽ നിന്നും കറണ്ട് അഫയേഴ്സ് സയൻസും ഉണ്ടല്ലോ, ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും, അതിൽ നിന്ന് നമുക്കൊരു 30 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 80 അവിടെ തന്നെ കിട്ടി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, കൂടുതലും റീസണിങ് മാത്സിനും പ്രാധാന്യം കൊടുത്ത് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്, ഫിസിക്സ്, കെമിസ്ട്രി അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വീക്ക് ആയിട്ടുള്ളത് നിങ്ങൾ ഇനി പഠിക്കാൻ നിൽക്കണ്ട. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക.
തീരെ പാടുള്ളത് വീണ്ടും വീണ്ടും ഇരുന്ന് വായിച്ച് പഠിക്കാൻ ശ്രമിക്കേണ്ട. പക്ഷെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നന്നായിട്ട് നോക്കേണ്ടതുണ്ട്. കാരണം കറണ്ട് അഫയേഴ്സ് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അപ്പൊ ഇത്രയും വരുന്നുണ്ട്, ഇത് കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട, ഇത്രയും വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പൊ അതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വീക്ക് ആൻഡ് സ്ട്രോങ് ഏരിയ അതിനനുസരിച്ച് നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ദിവസം ഒരു 6 to 7 അവർ പഠിക്കുക. അപ്പൊ നിങ്ങളുടെ സൗകര്യം പോലെ ജോലിക്ക് പോകുന്നവരാണോ പഠിക്കുന്നവരാണോ അതിനനുസരിച്ചിട്ട് 6 to 7 അവർ മിനിമം പഠിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ കൂടുതലായിട്ട് POEക്ക് ഉൾപ്പെടുത്തുക. ഇനി മുതൽ POEക്ക് കൂടുതൽ ഉൾപ്പെടുത്തി പഠിക്കേണ്ടതുണ്ട്. POEക്ക് പഠിക്കുക ഒരുപാട്, അതായത് ടൈം വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. അതായത് ഞാൻ പറഞ്ഞത് മോക്ക് എക്സാം നമുക്ക് 90 മിനിറ്റ് ആണ് അല്ലെ, നമ്മുടെ 1.5 മണിക്കൂർ എക്സാം ആണ്. അപ്പം ആ ടൈം വെച്ച് തന്നെ ചെയ്യാം. നമ്മൾ POEക്ക് എടുക്കുന്നു, ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10 ക്വസ്റ്റ്യൻ അരമണിക്കൂർ അങ്ങനെ ചെയ്യരുത്. മോക്ക് എക്സാം ആയിട്ട് തന്നെ ചെയ്യുക. കാരണം ഈ 1.5 മണിക്കൂർ ടൈമർ വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തു തുടങ്ങുക. എങ്കിൽ മാത്രമേ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ടൈം പോവാണ്. അപ്പൊ നമ്മൾ പിന്നെ റെസ്റ്റ് എടുക്കാൻ അങ്ങനെ ഒന്ന് വായിച്ച് പതുക്കെ ഒന്നും ഇരിക്കാൻ സമയമില്ല, പെട്ടെന്ന് ടൈം പോവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, മോക്ക് എക്സാം ചെയ്യുമ്പോൾ ടൈമർ വെച്ച് കൃത്യമായിട്ട് ചെയ്യാം. ഒത്തിരി POEക്ക് ചെയ്യുക. കഴിഞ്ഞ 2019, 2020 നടന്ന എക്സാംസിന്റെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് കിട്ടും. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്ത് ഒന്ന് എഴുതുക. പിന്നെ ഈ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 to 7 അവർ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു 6 ദിവസം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ 7ാമത്തെ ദിവസം എന്ത് ചെയ്യുക, അത് റിവിഷൻ ചെയ്യണം കേട്ടോ. 6 ദിവസം പഠിക്കുകയാണെങ്കിൽ 7ാമത്തെ ദിവസം എന്ത് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക. അത് റിവൈസ് ചെയ്യാതെ പോകണമെങ്കിൽ ആ 6 ദിവസം പഠിച്ചത് വേസ്റ്റ് ആവും. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് തന്നെ പോവുക. മെയിൻ ടോപ്പിക്സ് കൂടുതലായിട്ട് അപ്പൊ നിങ്ങൾക്ക് POEക്ക് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, കുറച്ച് കൂടുതലായിട്ട് നോക്കുക, നന്നായിട്ട് നോക്കുക കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. POEക്ക് നമുക്ക് ജസ്റ്റ് വെറുതെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും POEക്ക്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. കുറച്ചധികം കറണ്ട് അഫയേഴ്സ് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെ കിട്ടും. പിന്നെ ഈ സയൻസിന്റെ കാര്യം, സയൻസിനെക്കാളും എന്ത് ചെയ്യുക, റീസണിങ്ങും മാത്സും എന്ത് ചെയ്യുക, കുറച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ 6-7 ദിവസം 6 ദിവസം പഠിക്കുക. 7ാമത്തെ ദിവസം എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. നിങ്ങൾ POEക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മോക്ക് എക്സാം ആയിട്ട് തന്നെ ചെയ്യുക. അതായത് ടൈമർ വെച്ച്, നിങ്ങളുടെ 1.5 മണിക്കൂർ ടൈമർ വെച്ച് തന്നെ ചെയ്യുക. ഇടയ്ക്കൊന്നും മാറിപ്പോകരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് ടൈം പെട്ടെന്ന് പോകും. അപ്പൊ ഈ റീസണിങ്ങും മാത്സ് എന്ത് ചെയ്യുക, ഒത്തിരി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ടൈമിനുള്ളിൽ തീരത്തുള്ളൂ. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 90 മിനിറ്റ് നിങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്യുക. നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ളതിന് നിങ്ങൾ കുറച്ച് ടൈം കൂടുതൽ കൊടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ പറ്റും. പിന്നെ ഇത്രയും ഞാൻ ഒന്നുകൂടെ പറയണം, നിങ്ങളുടെ സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയുക. അതിനനുസരിച്ച് നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് വീക്ക് പോയിന്റ്, ഏതൊക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ നോക്കിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ജസ്റ്റ് വായിച്ചാൽ മതിയാവും. മാത്സും റീസണിങ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ POEക്ക് എക്സാം എന്ത് ചെയ്യുക, ടൈം വെച്ച് തന്നെ ചെയ്യുക. പിന്നെ എന്താ ചെയ്യുക, ഈ 6 ദിവസം പഠിക്കുന്നത് എന്ത് ചെയ്യുക, 7ാമത്തെ ദിവസം റിവിഷൻ ചെയ്ത് തന്നെ പോവുക. മൊത്തത്തിൽ നമുക്ക് എത്രയാണ് വേണ്ടത്, ഒരു 80+ മാർക്കാണ് നമുക്ക് വേണ്ടത്. ഓക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. എന്താണ് നമ്മുടെ ഈ ചലഞ്ചർ SSC RRB ചലഞ്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി നമുക്ക് വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മള് NTPCയും ഇടുന്നുണ്ട്, RRB ഗ്രൂപ്പ് Dക്ക് വേണ്ടിയിട്ടും ഇടുന്നുണ്ട്. POEക്ക് അതായത് റീസണിങ്ങും ഉണ്ട്, മാത്സും ഉണ്ട്. അപ്പൊ ഓരോ വിഷയങ്ങൾ ഓരോ ദിവസമായിട്ട് ലൈവും ഉണ്ട്, അല്ലാണ്ട് റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. എന്നാലും നിങ്ങൾ POEക്ക് വേറെ ചെയ്യുക തന്നെ ചെയ്യണം. കാരണം എന്താണ്, ഒരുപാട് POEക്ക് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര നല്ല സ്പീഡായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ എക്സാമിന് ചെല്ലുമ്പോൾ നമ്മൾ സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഒരു വീക്ക് ഏരിയ സ്ട്രോങ് ഏരിയ വെച്ച് തന്നെ ചെയ്യുക. എന്താണ്, സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക, അതിന്റെ വെയിറ്റേജ് മനസ്സിലാക്കി എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.